ഹ്യുണ്ടായ വെർണയാണ് KL75 രജിസ്ട്രേഷൻ അല്ലേ? എവിടെയാണെന്നറിയോ? എനിക്ക് അറിയാം കൂടാ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2020 മോഡല് പെട്രോൾ ഓട്ടോമാറ്റിക് SX ഓപ്ഷണലാണ്. ഏറ്റവും ടോപ്പ് എൻഡ് സ്മാർട്ട് ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ ഒരു 17 വരെയൊക്കെ ലോങ്ങിൽ മൈലേജ് ചാൻസ് ഉണ്ട് അല്ലേ? ഒരു 12 to 17 വരെയൊക്കെ മൈലേജ് കിട്ടാൻ ചാൻസ് ഉണ്ട്. സ്മാർട്ട് ഹൈബ്രിഡ് ആയതുകൊണ്ടാണ്. വെറും പെട്രോൾ ആണെങ്കിൽ അത്ര ഒന്നും കിട്ടൂല. മാക്സിമം ഒരു 10-14 വരെയൊക്കെ പ്രതീക്ഷിക്കും അല്ലേ? 14-15 വരെ മാക്സിമം. ഓക്കെ, ഇതിപ്പോ ഒരു 17 വരെ എന്തായാലും മൈലേജ് കിട്ടും. ഓപ്ഷനാണ്. ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത്രയും കിയ കാറുകൾ എവിടെയെങ്കിലും വേറെ ഷോറൂമുകളിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. ഓക്കെ, അടുത്ത സെൽട്ടോസ് ആണ് KL51 രജിസ്ട്രേഷൻ വരുന്ന വാഹനം. നിങ്ങൾ ആയിരിക്കും ഇതുകൊണ്ട് തീർന്നിട്ടില്ല, ഇനിയും വരുന്നുണ്ട്. ഒന്ന് ജീപ്പ് അമേരിക്കൻ, ഒന്ന് ജർമ്മൻ സ്കോഡ കുഷാക്ക് അല്ലേ? ജീപ്പ് കോമ്പസ്, സ്കോഡ കുഷാക്ക്. കോമ്പസ് തുടങ്ങാം. കോമ്പസ് എങ്ങനെ ഡീറ്റെയിൽ? കോമ്പസ് 2019 മോഡല് പെട്രോൾ ഓട്ടോമാറ്റിക് ലിമിറ്റഡ് പ്ലസ് ആണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മളിതാ ക്യാപ്സിൽ വന്നിരിക്കുകയാണ് വീണ്ടും. അനസ് നമ്മുടെ കൂടെ ഉണ്ട്. എന്നത്തെ പോലെ തന്നെ അനസിന്റെ ആണ് കൂടെ. ആരെങ്കിലും ഒക്കെ ഒന്ന് മാറ്റി വെക്കണ്ടോ? ഇല്ല ഇല്ല, ഇവിടെ ഞാൻ മാത്രമേ പ്രതിഷ്ഠയുള്ളൂ. ഓക്കെ, അപ്പോ അനസിന്റെ ആരാധകരുണ്ടല്ലേ ഒരുപാട്. എന്തിനാ തന്നെ ചീത്ത കേൾപ്പിക്കണം? കിടക്കട്ടെ. ക്യാപ്സ് കോഴിക്കോട്, മാങ്കാവ്, തിരുവണ്ണൂർ ലൊക്കേഷൻ വരുന്നത്. ഇന്ന് എന്താ പറയാ, മാരുതി ഐറ്റംസ് ഇവിടെ അങ്ങനെ എടുക്കാറില്ല. പക്ഷെ ഒരു XL6 ഇവിടെ മോഡൽ കൂടിയതാ, വാറന്റി ഉള്ളതാ, അതുകൊണ്ടാണ്. വാറന്റി ഉള്ളതുകൊണ്ട് എടുത്തതാ. ഓക്കെ, എന്തായാലും ബാക്കിയെല്ലാം നമ്മൾ സ്ഥിരം കാണുന്ന പുള്ളികൾ തന്നെയാണ്. പിന്നെ ഒരു വർണ്ണയും അഡീഷണൽ വന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റോക്ക് കണ്ടു നോക്കാം. കോമ്പാക്ട് പുതിയ ആളുകൾക്ക് വേണ്ടി പറയാണ്, കോമ്പാക്ട് SUV-കളാണ് കൂടുതലും ഇവിടെ ലഭിക്കുക. അതും മോഡൽ കൂടിയ കമ്പനി വാറണ്ടി തന്നെയുള്ള വാഹനങ്ങളായിരിക്കും അധികം ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ പുതിയ വാഹനങ്ങൾ എടുക്കാൻ പോകുന്നവർ ഒന്ന് നോക്കിയിട്ട് പരിഗണിക്കാൻ പറ്റുന്ന വാഹനങ്ങളായിരിക്കും. ഓക്കെ, കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു വണ്ടി നമ്മൾ കാണിക്കുന്നില്ല, പക്ഷെ എന്നാലും പറയാണ്, ഒരു 20 days പഴക്കമുള്ള ഒരു വണ്ടി പോലും വന്നിട്ടുണ്ടായിരുന്നു നമുക്ക്. 20 days? അത് ശരി. 9S XCV പോയാ? അത് വന്ന് 2 ദിവസം കൊണ്ട് തന്നെ സോൾഡ് ആയി. അടിപൊളി. പക്ഷെ അത് നമ്മൾ ഈ വീഡിയോക്ക് വേണ്ടിട്ട് വെക്കണം എന്ന് വിചാരിച്ച വണ്ടിയായിരുന്നു. വണ്ടി ഉണ്ട് ഇവിടെ, ഡെലിവറി കൊടുത്തിട്ടില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ല, എന്നാലും സന്തോഷം കൊണ്ട് പറ. അങ്ങനത്തെ വണ്ടി വരാനുണ്ടോ? വരാറുണ്ട്. ഇപ്പോൾ ഇന്നലെ ഒരു ഇനി വരാനുണ്ടോ ഏതെങ്കിലും സ്റ്റോക്ക്? അങ്ങനത്തെ XCV 9S ഇല്ല, പക്ഷേ ഇതുണ്ട്, ക്ലാവിസിന്റെ ഉണ്ട്. സംസാരിക്കുന്നുണ്ട്, ഡീലായിട്ടില്ല, വരാനുണ്ട്. അപ്പൊ അത് വീഡിയോയിൽ കാണിക്കില്ല. അപ്പൊ താല്പര്യം നിങ്ങൾക്ക് വിളിച്ചോ. അപ്പോൾ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനോ ഒന്നും വിട്ടുവരുത്. ലൈക്ക് ചെയ്യുക. എല്ലാവരും കമന്റ്സിലേക്ക് പോകാം. ഓക്കെ, വീഡിയോയിലേക്ക് പോകാം. ആദ്യ വാഹനം സെൽട്ടോസ് തന്നെയാണ്. KL56 കൊയിലാണ്ടി രജിസ്ട്രേഷൻ വാഹനമാണ്. അതെ. ഏതാ മോഡൽ കാര്യങ്ങളൊക്കെ? ഇത് 2022 മോഡൽ 23 രജിസ്ട്രേഷൻ വരുന്നത്. പെട്രോൾ IMT HTK+ സൺറൂഫും പുഷ് ബട്ടൺ എല്ലാം വരുന്ന മോഡലാണ്. മിഡിൽ ഓപ്ഷൻ ആണ്, പക്ഷേ അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. അലോയിലുണ്ട്, പുഷ് ബട്ടൺ ഉണ്ട്, സൺറൂഫ് ഉണ്ട്, ഒരുവിധം ഫീച്ചേഴ്സ് ഉണ്ട്. വെന്റിലേഷൻ സീറ്റ് ഇല്ല, ബാക്കി ഒരുവിധം ഫീച്ചേഴ്സ്. വയർലെസ് ചാർജർ അങ്ങനത്തെ കുറച്ച് മാറ്റങ്ങളാണ് ഉള്ളത്. പിന്നെ സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ് വണ്ടി വരുന്നത്. 33,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനം 10,90,000 ചോദിക്കുന്നതാണ്. STK+ IMT ആണ്, ഫുള്ളി മാനുവൽ അല്ല, IMT ആണ്. ക്ലച്ച് ഉണ്ടാവില്ല, ഓഫായി പോകുന്ന പ്രശ്നമില്ല, ഓട്ടോമാറ്റിക് തന്നെയാണ്. ഓക്കെ, സെമി ഓട്ടോമാറ്റിക്. പിന്നെ വാറണ്ടി ഇപ്പോൾ കഴിഞ്ഞോ? വാറണ്ടി കഴിഞ്ഞു. വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ളതാണ്. പക്ഷെ നമ്മുടെ ഷോറൂം വാറണ്ടി ഉണ്ട്. ഷോറൂം വാറണ്ടി 1 year കൊടുക്കാം. 1 year. ഓക്കെ, എഞ്ചിൻ ഗിയർ ബോക്സ് ഷോറൂം വാറണ്ടി ഉണ്ട്. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. സർവീസ് ഹിസ്റ്ററി എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാം. എല്ലാം ഉണ്ട്. എത്ര ഇപ്പോൾ പറഞ്ഞ? 10,90,000 രൂപ. 10,90,000 അല്ലേ? നീ വീണ്ടും 90 അല്ലേ? ഇല്ല, വീട്ടില്ല, 85 എന്നൊക്കെ. 10,800 കൊടുക്കാം. ഓക്കെ, അപ്പൊ താല്പര്യമുണ്ട് എന്തായാലും നോക്കിയോ. അടുത്ത വണ്ടിയിലേക്ക് ഇതാ വീണ്ടും സെൽട്ടോസ് തന്നെ, പക്ഷേ ഷേപ്പ് ഒന്ന് മാറിയിട്ടുണ്ട്, അത്രയാണ്. പ്രൈം മിനിസ്റ്റർ പഴയ സിനിമ പറയുന്നതിലോട്ട് ഇത്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഫ്യൂലും മാറി, ഡീസലായി അല്ലേ? പക്ഷെ ഇതിന് സൺറൂഫ് ഇല്ല. ന്യൂ ഷേപ്പ് ആയി, ഡീസലായി, സെയിം ഓപ്ഷനാണ്. പക്ഷെ ഡീസൽ ആ സമയത്ത് സൺറൂഫ് ഇല്ല. ഓക്കെ, KL14 വണ്ടി ഏതാ മോഡൽ? ഇത് 2023 മോഡല്, ഡീസൽ IMT, സിംഗിൾ ഓണർഷിപ്പില് 34,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. നമ്മൾ ക്യാപ്സ് ചോദിക്കുന്നത് 12,65,000 രൂപ. 12,65 ഡീസൽ IMT STK+ തന്നെയാണ് ഓപ്ഷൻ. അതെ. പിന്നെ ഇതിൽ സൺറൂഫ് വരില്ല, പക്ഷേ ഡീസലാണ്, മൈലേജ് ഉണ്ടാവും. ഒരു 18 അല്ല 12,65 12,45 കൊടുക്കാം. ഞാൻ 95 വിട്ടു, 45 65 വിട്ടു, 45 വിട്ടു. 12,45 നിങ്ങൾക്ക് കൊണ്ടുപോകാം. പിന്നെ ഓട്ടോ എത്ര പറഞ്ഞു?
34,000 ഡീസലിനെ സംബന്ധിച്ച് വലിയൊരു ഓട്ടം പോയിട്ടില്ല. കിലോമീറ്റർ. ഓക്കെ, അപ്പോൾ അത്യാവശ്യം ഓട്ടം ഉള്ള ആളുകൾ കോമ്പാക്ട് എസ് യു വി നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റിയ വണ്ടിയാണ്. എങ്ങനെ പോയാലും 18-20 ആ റേഞ്ച് മൈലേജ് അല്ല. IMT ആണ്, അതുകൊണ്ട് എന്താ ക്ലച്ച് ഔട്ടിട്ടുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പിന്നെ വാറന്റി ഉണ്ട് കേട്ടോ, കമ്പനി 2028 വരെ കമ്പനി വാറന്റി ഉണ്ട് വണ്ടി. ഓക്കെ, അണ്ടർ വാറന്റിയിൽ നിൽക്കുകയാണ്, എക്സ്റ്റൻഡ് വാറന്റി ചെയ്തേക്കുന്ന വാഹനമാണ്. പിന്നെ ഗിയർ മാറ്റണം തന്നെ മാറ്റം ചെയ്യാം, ക്ലച്ച് ആയിട്ടുന്ന ബുദ്ധിമുട്ടില്ല, ഓട്ടോമാറ്റിക് തന്നെ, സെമി ഓട്ടോമാറ്റിക്, അത്രേ ഉള്ളൂ. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും നോക്കിയോ. ലോണ് എത്ര കിട്ടും ഇതിനൊക്കെ? 85-90% ലോൺ ചെയ്യാം. നേരത്തെ കണ്ടാലും കിട്ടുമല്ലോ? കിട്ടും. മറ്റേതിനൊക്കെ എന്തായാലും 90%. നേരത്തെ വാറണ്ടി ഇല്ല, ഇത് വാറണ്ടി ഉണ്ട്, കമ്പനി വാറണ്ടി തന്നെ ഉണ്ട്. നേരത്തെ ഇവരുടെ വാറണ്ടി മാത്രമായിരുന്നു. ഓക്കെ, അടുത്ത വണ്ടിക്കാണ്. ഇത്രയും കിയ കാറുകൾ എവിടെയെങ്കിലും വേറെ ഷോറൂമുകളിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. ഓക്കെ, അടുത്ത സെൽട്ടോസ് ആണ്, KL 51 രജിസ്ട്രേഷൻ വരുന്ന വാഹനം. നിങ്ങൾ ആയിരിക്കും ഇതുകൊണ്ട് തീർന്നിട്ടില്ല, ഇനിയും വരുന്നുണ്ട്. എങ്ങനെ ഡീറ്റെയിൽ ഇത് 2023 മോഡല് പെട്രോൾ ഓട്ടോമാറ്റിക് GTX+ ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പിൽ 34,000 കിലോമീറ്റർ. പിന്നല്ലേ നേരത്തെ ഞാൻ ഒരു സിൽവർ സെൽട്ടോസ് ചെയ്ത അത് 24,000 ഓടിയിട്ടുള്ളൂ കേട്ടോ. ഇതാണ് 34,000 ഓടി. നേരത്തെ 24 ഓടിയിട്ടുള്ളൂ, ഇത് 34 ഓടിയിട്ടുണ്ട്. 23 മോഡലാണ്. 23 മോഡല് പെട്രോൾ. എങ്ങനെ കിട്ടിയ ഇത്രയും കിട്ടിയ അറിയത്തില്ല, ഇനി 2023 വരാനുണ്ട്. ആയിക്കോട്ടെ. അപ്പൊ ഇത് ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ്. GT ലൈൻ നേരത്തെ കണ്ടാക്കാൻ മിഡിൽ ഓപ്ഷൻ ആയിരുന്നു. പെട്രോൾ ഓട്ടോമാറ്റിക് അല്ല? പെട്രോൾ ഓട്ടോമാറ്റിക്, പെട്രോൾ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 2028 വരെ വാറണ്ടി ഒക്കെ ഉള്ള വണ്ടിയാണ്. ഇതിനും വാറണ്ടി നിലവിലുണ്ട്. അപ്പോൾ വാറണ്ടിയിൽ എന്ത് സംഭവിച്ചാലും മാറി നമുക്ക് എടുക്കാൻ പറ്റും. നമ്മുടെ പോക്കറ്റിൽ നിന്ന് പൈസ ഇറങ്ങൂല, അതാണ് വാറണ്ടിയുടെ ഗുണം. ഓക്കെ, കാര്യങ്ങളൊന്നുമില്ല, നല്ല ടയേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ റേറ്റ് വരുന്നത് 15,75,000 രൂപ. പെട്രോൾ ഓട്ടോമാറ്റിക്കിന് പൊതുവെ എങ്ങനെ മൈലേജ് സ്ട്രേറ്റ് റോഡ് 17 ഒക്കെ കിട്ടും. പക്ഷെ സിറ്റിയിൽ നമ്മളൊരു 12 നോക്കിയാൽ മതി. 12 to 17 വരെ സ്ട്രേറ്റ് റോഡ് ഉറപ്പിച്ച് പറയാണ്ട് കുറെ ആൾക്കാരോട് ഞാൻ ഇപ്പൊ ഡിസ്കസ് ചെയ്തു. ജംഷീഖറിന്റെ വീഡിയോയിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യണ്ട, മൂപ്പരും പറഞ്ഞാൽ കിട്ടുന്നുണ്ടെന്ന്. അത്രയും കിട്ടുന്നുണ്ട്. ഇപ്പൊ ഞാൻ സെൽട്ടോസ് ആണെങ്കിലും ക്രെറ്റ ആണെങ്കിലൊക്കെ ലോങ് ഓടിക്കുമ്പോൾ കിട്ടുന്ന മൈലേജ് ഞാൻ വീഡിയോ എടുക്കാറുണ്ട്. താല്പര്യമുണ്ട് എന്തായാലും നോക്കിക്കോ. പെട്രോൾ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഓക്കെ, 90% ലോണും കയറുള്ളൂ, ചെയ്ത് കൊടുക്കാം. ഇതാ അടുത്ത സെൽട്ടോസ് ആണ്, KL 5 കോട്ടയം വണ്ടി. എങ്ങനെ ഡീറ്റെയിൽ ഇത് 2023 ആസ് യൂഷ്വൽ. അതന്നെ സെയിം സാധനം തന്നെ, കളർ മാത്രം മാറ്റം. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്, പെട്രോൾ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പ് ആണ്. 2028 വരെ വാറണ്ടി ഉണ്ട്. അതുപോലെ തന്നെ അതെ, വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഒരു ഡോറ് മാറിയിട്ടുണ്ട്, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞോണ്ട് പറയാണ്. അത് അടിച്ച് റീപ്ലേസ്മെന്റ് ഉണ്ട്. ഒരു ഫ്ലോർ പറഞ്ഞു പോയതാ. പിന്നെ ഒരു ഡോറ് മാറിയിട്ടുണ്ട്. പിന്നെ അത് സർവീസിന്റെ കാര്യങ്ങളുണ്ട്. ഇല്ലല്ല, ആ ഡോറ് മാറിയതിന്റെ ഫോട്ടോയും ഉണ്ട്. അങ്ങനെ മാറേണ്ട സംഭവം ആയിരുന്നില്ല, പക്ഷെ എന്നിരുന്നാലും കസ്റ്റമർ ക്ലെയിം ചെയ്ത് മാറിയതാണ്. അപ്പൊ അതിന്റെ ഫോട്ടോ കാര്യങ്ങളെല്ലാം ഉണ്ട്, ഒന്നും കുഴപ്പമില്ല, അത് കാണിച്ചോ. പിന്നെ അതേപോലെ കമ്പനി വാറന്റി ഉള്ള വണ്ടിയാണ്. ശരി, എത്രയാ നമ്മൾ ചോദിക്കുന്നത്? 15,50,000 രൂപ. മറ്റേ 15,75. ഇത് പിന്നെ ബ്ലാക്ക് ആയതുകൊണ്ട് ഇതിന്റെ കിലോമീറ്റർ 52,000. 5,2. ഓക്കെ, അപ്പൊ താല്പര്യം നോക്കിക്കോ. 15 വരെയാണ്. ഒരു ഡോറ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്, മാറ്റാണ്. ഓക്കെ, ലോണ് 90 എന്തായാലും കയറും അല്ലേ? 90 എന്തായാലും എല്ലാ വണ്ടിക്കും നമ്മൾ ചെയ്തു. എന്താ പറയാ, ഇത് ഒരേപോലത്തെ വണ്ടി അടിച്ച് എന്ത് പറയാ. അടുത്ത വണ്ടിയിലേക്ക് ഇതാ അടുത്ത സെൽട്ടോസ് എത്തി. KL 64 ചാലക്കുടി രജിസ്ട്രേഷൻ ആണ്. ബ്ലൂ കളർ വണ്ടിയാണ്. അതെ, എങ്ങനെ ഡീറ്റെയിൽ? ഇതും 2023 12 മാസം വണ്ടിയാണ്. കമ്പനി വാറന്റിയും കാര്യങ്ങളുള്ള എല്ലാം ഉള്ള വണ്ടിയാണ്. അല്ല, ഞാൻ 23 ഇങ്ങനെ പറഞ്ഞു വരുമ്പോ ഉള്ളൊരു സുഖം ഉണ്ടല്ലോ. അതെ, പിന്നെ സിംഗിൾ ഓണർഷിപ്പിൽ 14,000 കിലോമീറ്റർ ഓടി. ഓപ്ഷൻ ഏതാ? HTK+. ഇല്ല, ഡീസൽ IMT നമ്മളെ സിൽവർ കണ്ടില്ല, അതിന്റെ കളർ ചേഞ്ച് മാത്രമാണ്. ഓക്കെ, പിന്നെ ഇത് സിംഗിൾ ഓണർഷിപ്പ് 14,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് 13,900. ഇതിന്റെയും അതിന്റെ റേറ്റിൽ 1,00,000 രൂപേന്റെ അടുത്ത് മാറ്റാൻ നമ്മളിപ്പോൾ പറഞ്ഞതിലുണ്ട്. അതിലുള്ള മെയിൻ റീസൺ 1 കിലോമീറ്റർ നേർ പകുതിയാണ് ഇത് ഓടിയിട്ടുള്ളത്. 2 അതിനൊരു ഡോർ റീപ്ലേസ് ഉണ്ടായിരുന്നു, ഇതിന് റീപ്ലേസ്മെന്റേ ഇല്ല. അതാണ് ഈ 2 വണ്ടികൾ ഡിഫറൻസ്. രണ്ടും സെയിം മോഡൽ ഡീസൽ HTK+ തന്നെയാണ്. IMT അല്ല? രണ്ടും IMT തന്നെയാണ്. പക്ഷേ നേരത്തെ കണ്ട വണ്ടീനേക്കാൾ 1 lakh ഇതിന് കൂടുതലാണ്. അതിന്റെ കാര്യമാണ് പറഞ്ഞത്. കിലോമീറ്ററിലെ ആ വ്യത്യാസം തന്നെയാണ് ഹൈലൈറ്റ്. അതെ, കിലോമീറ്റർ വ്യത്യാസം, പിന്നെ റീപ്ലേസ്മെന്റ് ഇല്ല എന്നുള്ളത്. ഇതിന് വാറണ്ടി ഉണ്ടോ? ഇതിനും വാറണ്ടി ഉണ്ട്, കമ്പനി വാറണ്ടി കാര്യങ്ങൾ. ഇതിനുണ്ട്, അതിനും എല്ലാം കമ്പനി വാറണ്ടി. എത്ര വരെയുള്ള? 2028 വരെ. 28 വരെ ഉണ്ട്. ഓക്കെ,
വേറെന്താ മാക്സിമം ലോണും കയറും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകും. സമാധാനം. അങ്ങനെ കിയ ഒരു മോചനം കിട്ടിയിരിക്കുകയാണ്. നമ്മൾ XL6 വന്നു. മാരുതി സുസുക്കി നെക്സയുടെ KL 23 രജിസ്ട്രേഷൻ വാഹനം. ഏതാ മോഡൽ ഇത്? ഇത് 2024 മോഡലാണ്. പെട്രോൾ, ഓട്ടോമാറ്റിക്, ആൽഫ പ്ലസ്, സ്മാർട്ട് ഹൈബ്രിഡ്. ഏറ്റവും ടോപ്പ് എൻഡ് സ്മാർട്ട് ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ ഒരു 17 വരെയൊക്കെ ലോങ്ങിൽ മൈലേജ് ചാൻസ് ഉണ്ട് അല്ലേ? ഒരു 12 to 17 വരെയൊക്കെ മൈലേജ് കിട്ടാൻ ചാൻസ് ഉണ്ട്. സ്മാർട്ട് ഹൈബ്രിഡ് ആയതുകൊണ്ടാണ്. വെറും പെട്രോൾ ആണെങ്കിൽ അത്ര ഒന്നും കിട്ടൂല. മാക്സിമം ഒരു 10-14 വരെയൊക്കെ പ്രതീക്ഷിക്കും അല്ലേ? 14-15 വരെ മാക്സിമം. ഓക്കെ, ഇതിപ്പോ ഒരു 17 വരെ എന്തായാലും മൈലേജ് കിട്ടും. ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ല. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വാറണ്ടി എക്സ്റ്റൻഡ് ഉണ്ടോ അതോ 27 വരെ വാറണ്ടി ഉണ്ട്. എക്സ്റ്റൻഡ് ചെയ്യാൻ പറ്റും. 27 4 മാസം വരെ വാറണ്ടി നിലവിലുണ്ട്. ഓക്കെ, വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ല. ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ്. 6 സീറ്റർ ആണ് വരിക. ഫ്രണ്ട്, മിഡിൽ, ബാക്ക് റോ എല്ലാം 2 സീറ്റ് വീതം അല്ലേ? ഓക്കെ, 6 സീറ്റർ വാഹനം. പുറകിലോടെ 3 പേർക്ക് ഇരിക്കാം. ബാക്കിൽ 3 ആൾക്ക് ഇരിക്കാം. പക്ഷേ പറയുന്നത് 6 സീറ്റർ എന്നുള്ളതാണ്. തീർച്ചയായും സെയിം എർട്ടിഗയുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ ഉണ്ടാക്കിയ വണ്ടിയാണ്. അപ്പോൾ ഒരു എർട്ടിഗ നോക്കുന്നവർക്കും ഇത് പരിഗണിക്കാം. സ്മാർട്ട് ഹൈബ്രിഡ് കിട്ടും അല്ലേ? അപ്പോൾ എത്ര പ്രൈസിങ് എങ്ങനെയാണ്? ഇതിപ്പോ നമ്മൾ ചോദിക്കാൻ 14,25,000 രൂപ. 14,400. ഓക്കെ, പുതിയ വണ്ടിക്ക് ഏകദേശം എത്ര ഉണ്ട്? 17,65. 17,65. 14,25,000. എന്തെങ്കിലും മാറ്റം ചെയ്ത് കൊടുക്കാലോ? അത് ചെയ്യാം. ചെറിയ മാറ്റം എന്തായാലും വരും. അല്ല, കിലോമീറ്റർ എത്ര പറഞ്ഞ? 20,000. 20,000 ഓടിയിട്ട് അല്ലേ? ഓക്കെ, മാരുതി വണ്ടിയാണ്. മറ്റുള്ള വണ്ടികളെ പോലത്തെ ഡിപ്രിസിയേഷൻ കാണാറില്ല. അപ്പോൾ ഇത് നോക്കി നടക്കുന്നവരുണ്ടെങ്കിൽ എടുക്കാം അല്ലേ? ഒരു എർട്ടിഗോ അല്ലെങ്കിൽ ഈ സൈസ് വാഹനം നോക്കി നടക്കുന്നവരുണ്ടെങ്കിൽ എടുക്കാം. വലിയ പണിയോ കാര്യമൊന്നും വരില്ല. സെൽട്ടോസ് എന്നൊരു മോചനം പ്രതീക്ഷിച്ചു, പക്ഷെ നടക്കൂല, തരൂല. അടുത്ത സെൽട്ടോസ് ആണ്. KL 23 രജിസ്ട്രേഷൻ സെൽട്ടോസ്, ബ്ലാക്ക് വണ്ടി. ഏതാ മോഡൽ ഇത്? ഇത് 2022 മോഡലാണ്. ഇത് പെട്രോൾ മാനുവൽ ആണ്. നേരത്തെ നമ്മൾ IMT ഓട്ടോമാറ്റിക്കും കണ്ടു. പെട്രോൾ മാനുവൽ ആണ്. 2022 സിംഗിൾ ഓണർഷിപ്പിൽ 66,000 കിലോമീറ്റർ. എന്തോ കൗണ്ടർ അടിക്കണം. ഏത് സൈസ് വേണം എല്ലാം. ഡീസൽ IMT ഉണ്ട്, പെട്രോൾ IMT ഉണ്ട്, എല്ലാം. 22 മോഡല് 66,000 കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ്, 2027 വരെ വാറണ്ടി ഉള്ള വണ്ടി. 27 എത്രയാ? 8 മാസം വരെ വാറണ്ടി ഉണ്ട്. 27, അതായത് ഒരു വർഷം 1 മാസം. 1 മാസമാണോ? 2 മാസമല്ലേ? ജൂൺ കഴിഞ്ഞില്ലടോ. ജൂലൈ, ഓഗസ്റ്റ് 2 മാസമായി. പിന്നെ 1 വർഷം കൂടി. എങ്ങനെ? ജൂലൈയും ഓഗസ്റ്റും. ജൂലൈ പിന്നെ ഓഗസ്റ്റ് 1 വർഷം അല്ലേ? 1 വർഷം 1 മാസം, 1.5 മാസം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. 1.5 മാസം. ആയിക്കോട്ടെ, 1 വർഷം 1.5 മാസം. ആയിക്കോട്ടെ. പിന്നെ ക്ലെയിം കാര്യമൊന്നുമില്ല അല്ലേ? ഇല്ല, ആക്സിഡന്റ് വന്നിട്ടുള്ളൂ. വണ്ടി വന്നിട്ടുള്ളൂ. വണ്ടി ഇപ്പം വാഷിങ് പോലും കഴിഞ്ഞിട്ടില്ല. ശരി. പിന്നെ സ്ക്രാച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് വൃത്തിയാക്കിയിട്ടാണ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ പ്രൈസിങ് എങ്ങനെയാ? ഓപ്ഷൻ പറഞ്ഞു നമ്മള്. HTX താഴെ സൺറൂഫ്, പുഷ് ബട്ടൺ, അങ്ങനത്തെ വരും. എല്ലാ ഓപ്ഷൻസും വരുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ട HT മേലെയാണ് ഓപ്ഷൻ. അതെ. അപ്പോൾ എത്രയാ ഇത് റേറ്റ് വരുന്നത്? നമുക്ക് 11,75,000 രൂപ. 11.25 ലക്ഷം ചോദ്യം അല്ലേ? മാറ്റം ചെയ്ത് കൊടുക്കാലോ? ചെറിയ മാറ്റം നമുക്ക് ചെയ്യാം. എല്ലാത്തിനും ചെയ്യാം. എല്ലാത്തിനും ചെയ്യണം. എടുത്തിട്ട് വിളി കളയും. ഇല്ല, ഞാൻ പറയാം, ഈ വീഡിയോക്ക് എപ്പോഴും നമ്മൾ റേറ്റ് ഫിക്സ് ചെയ്യാറുണ്ട്. അതിന്ന് പിന്നെ ചെറിയൊരു മാറ്റം നമുക്ക്. ആയിക്കോട്ടെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. ടാറ്റ ഹാരിയർ അടുത്ത വാഹനം. KL 7 എറണാകുളം വണ്ടിയാണ്. ഒരു മോചനം കിട്ടി. എങ്ങനെയാ ഡീറ്റെയിൽ? ഇത് 2024 മോഡല്, ഡീസൽ, ഓട്ടോമാറ്റിക്, ഫിയർലെസ് പ്ലസ്, ഏറ്റവും ഫുൾ ഓപ്ഷൻ, ടോപ്പ് ഡാർക്ക് എഡിഷൻ ആണ്. 24-27 വരെ വാറണ്ടി അല്ല? 27 വരെ അണ്ടർ വാറണ്ടിയിൽ. പിന്നെ 42,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. റേറ്റ് വന്നിട്ട് നമ്മൾ ചോദിക്കുന്നത് 20,75,000 രൂപ. 20.25. പുതിയ എത്ര ഉണ്ട്? 32.25 ഞാൻ റേറ്റ് ഉണ്ട്. 32 ഉണ്ട് അല്ലേ? 32.25 ഉണ്ട്. ഇനിയിപ്പോൾ കമ്പനി ഓഫർ ഉണ്ടെങ്കിൽ പോലും ഒരു 1 lakh ഓഫർ കൊടുക്കണം പോലും ഒരു 31.25 റേഞ്ച് എന്തായാലും ഉണ്ട്. അപ്പോൾ എന്തായാലും താല്പര്യം ഉണ്ടെങ്കിൽ നോക്കിക്കോ. അതായത് ഡീസൽ വണ്ടി ഓട്ടം പോയിട്ടുണ്ട്. ഓട്ടം പോയിട്ടില്ല, 42,000 ഓടിയിട്ടുണ്ട് വർഷം വെച്ചിട്ട്. ഓക്കെ, ആ ഡീസൽ വണ്ടീൻ്റെ ഓട്ടം പോയിട്ടുണ്ട്. ക്ലെയിമും കാര്യമൊന്നുമില്ല. ഇതിൻ്റെ ഒരു ഡോറ് മാറിയിട്ടുണ്ട്. പിന്നെ വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. അതന്നെ കമ്പനിയിൽ നിന്ന് തന്നെയാണ് മാറിയിട്ടുള്ളത്. ബാക്കിയെല്ലാം ഓക്കെ. ലോൺ എത്ര കയറും നമുക്ക്? ലോണ് നമുക്ക് ഇതൊരു 85-90% ലോണ് കയറും. കിട്ടൂല? എന്തായാലും ഒരു 2 രൂപ. പിന്നെ പ്രൊഫൈൽ അനുസരിച്ചിട്ടാണ്. പിന്നെ മൈലേജ് എങ്ങനെയുണ്ട് ഇത് ശരിക്കും? 18 വരെ സ്ട്രേറ്റ് റോഡ് കിട്ടും. സിറ്റിയിൽ ഓടിച്ചിട്ടുള്ള വണ്ടിയാണ്. പക്ഷെ സിറ്റിയിൽ നമുക്കൊരു 12 റേഞ്ചൊക്കെ തന്നെ കിട്ടത്തുള്ളൂ. 12-18 ഡീസൽ ഓട്ടോമാറ്റിക് ഫിയർലെസ് പ്ലസ് ഫുൾ ഓപ്ഷൻ ഹാരിയർ ആണ്. അപ്പോൾ താല്പര്യം വിളിച്ചോ. അടുത്ത വർഷം വരെ വാറണ്ടി ഉണ്ട്. അടുത്ത വണ്ടി അടുത്തതാ ഹ്യുണ്ടായി അൽക്കാസർ. 6 സീറ്റർ ആണോ 7 സീറ്റർ ആണോ? 7 സീറ്റർ അല്ല, 7 സീറ്റർ. KL 32 ചേർത്തല രജിസ്ട്രേഷൻ വാഹനം.
ഇത് 2022 മോഡല് ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. പ്ലാറ്റിനം ഓപ്ഷണൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ് വരുന്നത്. ഓക്കെ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. കസ്റ്റമറോടെ പാർക്കിംഗ് സെയിൽ വെച്ചിട്ടുള്ളതാണ്. ഫസ്റ്റ് ഓണറിനും സെക്കൻഡ് ഓണർക്ക് നമ്മളാണ് കൊടുത്തിട്ടുള്ളത്. ഓ, നിങ്ങളടുത്ത് തന്നെ കൊടുത്തല്ലേ? നമ്മളെടുത്ത് ആൾ ആർമിക്കാരനാണ്, ആള് പുറത്താണുള്ളത്. അതുകൊണ്ട് ഇവിടെ പുറത്ത് മീൻസ് കേരളത്തിന്റെ പുറത്ത്. അതറിയാലോ, പിന്നെ അമേരിക്ക അല്ല ഇനി വിദേശത്ത് നിന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആളിവിടെ പാർക്കിംഗ് സെയിൽ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആള് ചോദിക്കുന്നത് 16.5 ലക്ഷം രൂപ ആള് പറഞ്ഞിട്ടുള്ളത്. 16.5 അല്ലേ? അതെ. ഏതാ ഡീസലാ? ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസൽ ഓട്ടോമാറ്റിക്. ഓക്കെ. 16 ലക്ഷം. ഇത് ഓപ്ഷൻ ടോപ്പിന്റെ താഴെ. ടോപ്പിന്റെ താഴെ ഒരുവിധ ഓപ്ഷൻസ് ഇതിലുണ്ട്. ഇപ്പം 360 ക്യാമറ, സൺറൂഫ്, പനോരമിക് സൺറൂഫ്, പുഷ് ബട്ടൺ, അലോയ് വീല്. സർവീസ് കമ്പനിയാ ഫുള്ള്? കമ്പനി സർവീസ് ഹിസ്റ്ററി കമ്പനി ചെയ്തിട്ടുണ്ട്. ഓക്കെ. ആൾ എടുത്തിട്ട് അതിനെ ഒരുപാട് ഓടിയിട്ടൊന്നുമില്ല. എൻ്റെ അറിവില് ഒരു 8,000-9,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും. അതെ. അപ്പം താല്പര്യമുണ്ടോ നോക്കിക്കോ. അൽക്കാസർ ആണ്. ഒരു 7 സീറ്ററിന്റെ വലുപ്പം നിങ്ങൾക്ക് തോന്നിക്കൂല, പക്ഷെങ്കിൽ നല്ല സൗകര്യത്തിൽ പോകാൻ പറ്റിയ വണ്ടിയാണ് കേട്ടോ. ഓക്കെ. പ്രൈസിങ് എങ്ങനെയാണ് ഇതിന്റെ? ഞാൻ പറയാം 16.5 കസ്റ്റമർ ചോദിച്ചിട്ടുള്ളതാണ്. 16 അവർ ചോദിച്ചിട്ടുണ്ട്. ചെറിയ മാറ്റത്തിന് അവർ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, നമുക്ക് ഡീൽ നടക്കുന്ന സമയത്ത് നോക്കാം. അടുത്ത വണ്ടിയിലേക്കോ. അടുത്തത് 2 വാഹനങ്ങൾ നമ്മൾ ഒരുമിച്ച് കാണിക്കുകയാണ്. ഒന്ന് ജീപ്പ് അമേരിക്കൻ, ഒന്ന് ജർമ്മൻ സ്കോഡ കുഷാക്ക് അല്ലേ? ജീപ്പ് കോമ്പസ്, സ്കോഡ കുഷാക്ക്. കോമ്പസ് തുടങ്ങാം. കോമ്പസ് എങ്ങനെ ഡീറ്റെയിൽ? കോമ്പസ് 2019 മോഡല് പെട്രോൾ ഓട്ടോമാറ്റിക് ലിമിറ്റഡ് പ്ലസ് ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ 28,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ലിമിറ്റഡ് പ്ലസ്. സിംഗിൾ ഓണർഷിപ്പ് 28,000. 19 അല്ലേ? 19 മോഡൽ. ഓക്കെ. ഫുൾ ഓപ്ഷൻ? ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. പനോരമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം അന്നത്തെ ടോപ്പിന്റെ അല്ലേ? 19 അന്ന്. ഓക്കെ. അപ്പൊ ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ഇല്ല. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. റേറ്റ് വരുന്നത് 12,25,000 രൂപ. ഏതാ പറഞ്ഞ? പെട്രോൾ ഓട്ടോമാറ്റിക്കാ? പെട്രോൾ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ. 12.4 അപ്പോൾ 19 മോഡല്. താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് നോക്കാം. ജീപ്പ് കോമ്പസ് എന്ന് വെച്ചാൽ പ്രീമിയം ബ്രാൻഡാണ്. അതിന് പ്രീമിയം, അതിന്റെ മെയിൻ്റനൻസ് അത് വരും കേട്ടോ. സർവീസ് അതിന്റെ അത് എടുക്കുന്ന ആൾക്കാർ വേറെ രീതിയിൽ തന്നെ മെയിൻ്റനൻസ് എക്സ്പെക്ട് ചെയ്തിട്ട് നമ്മള് ഒരു സെൽറ്റോസിന്റെ പൈസക്ക് അത് കിട്ടുന്നുണ്ടെന്ന് വെച്ചാൽ അത് എടുക്കാൻ നിന്നാല് അതിന്റെ കയ്യിൽ നിൽക്കില്ല. ബോഡി ക്വാളിറ്റി അങ്ങനത്തെ പ്രീമിയം അതൊക്കെ ഇതാണ്. പക്ഷെ സർവീസിലേക്ക് വരുമ്പോൾ 15,000 കിലോമീറ്റർ ഓടുമ്പോൾ സർവീസ് ചെയ്യാം. പക്ഷെ അതിന് ഒരു 10,000 ഒക്കെ ജനറൽ സർവീസിന് കോസ്റ്റ് വരൂലേ? ഒരു 15,000 ഒക്കെ 15 രൂപ വരും. അതിനൊക്കെ കോസ്റ്റ് വരും. ഓക്കെ. അപ്പൊ ഇനി കുഷാക്കിലേക്ക് വരാം. അതെ. KL40 ഇതിവിടെ ഉറങ്ങിപ്പോയ വണ്ടിയാ? കുറച്ചായി കിടക്കുന്ന. അതുകൊണ്ട് തന്നെ അല്ല, അതുകൊണ്ട് തന്നെ റേറ്റ് ഫുള്ളി വെട്ടി കുറച്ചിട്ടുണ്ട്. നമ്മള് ലാഭം എന്നുള്ള പ്രതീക്ഷിക്കുന്നില്ല, മുതലിന് കൊടുക്കാന്നുള്ള രീതിയിലാണ്. ഓക്കെ. ഇത് 2022 മോഡൽ, 23 രജിസ്ട്രേഷൻ. മുതലെങ്കിലും കിട്ടിയാൽ മതി. മുതല് അല്ല, ചില വണ്ടികൾ നമ്മള് എല്ലാത്തിനും നമുക്ക് ചിലപ്പോൾ അതത്രേ ഉള്ളൂ. ചില വണ്ടികൾ വർഷത്തിൽ കൊടുക്കേണ്ടി വരും, ചില വണ്ടികൾ ലാഭം എടുക്കും. ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ്. 2022 മോഡൽ, 23 രജിസ്ട്രേഷൻ. കമ്പനി വാറന്റി ഉള്ള വണ്ടിയാണ് 27 വരെ. വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. 52,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. റേറ്റ് വരുന്നത് 10.5 ലക്ഷം രൂപ. 10,50,000 രൂപയ്ക്ക് ഈ ഒരു കുഷാക്കും നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ. മാക്സിമം ലോൺ സൗകര്യം കിട്ടും. ഇതിന്റെ വാറണ്ടി കഴിഞ്ഞില്ലേ? വാറണ്ടി ഉണ്ട്. 2027 വരെ വാറണ്ടി ഉണ്ടല്ലോ. വാറണ്ടി ഉണ്ട്. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം എന്താ? ഹ്യുണ്ടായ വെർണയാണ്. KL75 രജിസ്ട്രേഷൻ അല്ലേ? എവിടെയാണെന്ന് അറിയോ? എനിക്ക് അറിഞ്ഞു കൂടാ. ഇത് 2020 മോഡല് പെട്രോൾ ഓട്ടോമാറ്റിക് SX ഓപ്ഷനലാണ്. ഏറ്റവും ടോപ്പ് ഓപ്ഷൻ. പുഷ് ബട്ടൺ, സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന മോഡലാണ്. കിലോമീറ്റർ 76,000 ഓടിയിട്ടുള്ള തേർഡ് ഓണർഷിപ്പ് വാഹനം. തേർഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ട് അല്ലേ? ഡ്രോബാക്ക് ആണ്. തേർഡ് ഓണർഷിപ്പ് ആയിട്ട്. തേർഡ് ഓണർഷിപ്പ് ആണെന്നുള്ളത് വില കുറവുണ്ടാവുന്നുണ്ട്. 8,20,000 ചോദിക്കുന്നുള്ളൂ. ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ആണ്. ഇറങ്ങുന്ന സമയത്ത് എത്രയാ? 17 ലക്ഷം. 16,300 17 രൂപ ഉണ്ട്. 16,300 16,500 കൂട്ടിക്കോ. സമയത്ത് വില വന്ന വണ്ടിയാണ്. അപ്പോൾ ഏകദേശം 10ന്റെ അടുത്ത് എത്തി നിൽക്കുകയാണ് അല്ലേ? 10ന്റെ അടുത്തല്ല, പകുതി കൂടുതലായില്ലേ? 16,000 പകുതി 8,25. 8,20 ചോദിച്ചിട്ടുള്ളൂ. പകുതിയിൽ കുറവ്. ഒരു കാര്യം ചെയ്യും, കുറച്ചും കൂടി കുറച്ച് കൊടുത്തേ. നമുക്ക് ഫുൾ ലോൺ വരെ ചെയ്ത് കൊടുക്കാം. 8 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. ഞാൻ കുറച്ച് കൊടുക്കാനാ പറഞ്ഞത്. കൊടുക്കുന്ന റേറ്റ് ഞാൻ പറയാം. 8 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. 8 രൂപ ലോണും ചെയ്ത് കൊടുക്കാം. ഫുൾ ലോണിൽ കൊണ്ടുപോകാൻ പറ്റിയൊരു വെർണയാണ്. ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസൽ ഓട്ടോമാറ്റിക് SX ഓപ്ഷനിൽ ഏറ്റവും ടോപ്പിന്റെ എല്ലാ ഫീച്ചേഴ്സും വരും. നമ്മൾ അവസാന വണ്ടി ആകുമ്പോൾ എന്താ പറയുക, നമുക്ക് ഫുൾ ലോണിൽ കൊടുത്ത് നിർത്തുന്ന അതിന്റെ ഒരു രസം. ആയിക്കോട്ടെ. അപ്പോൾ തൽക്കാലം നമ്മൾ നിർത്തുന്നു. ക്യാപ്സിലേക്കുള്ള കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോണുകളും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യാൻ വിട്ടുപോകരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിൽ രേഖപ്പെടുത്തും വേണം. അപ്പോൾ എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു.